ഹായ്, DBD ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സേഫ്റ്റി ടിപ്സുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സീരീസിലെ മൂന്നാമത് പാർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് സൂര്യപ്രകാശം ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് എല്ലാവർക്കും അറിയുന്ന ഒരു ധാരണ. പക്ഷേ അത് അതിക്രമിച്ചാൽ വിഷമാകുമോ എന്നത് ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഹാനികരമാണോ എന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു സംശയമാണ്. നമുക്ക് ഇതിൻ്റെ വസ്തുതകളോട് ഒന്ന് നോക്കാം. വിറ്റാമിൻ ഡി ലഭിക്കാൻ സൂര്യപ്രകാശം അനിവാര്യമാണ്. എന്നാൽ എത്ര സമയം സൂര്യപ്രകാശത്തിൽ നിൽക്കണം, ഈ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് സംശയം. എത്രയാണ് സുരക്ഷിതമായ പരിധി? ഇത് അറിയാത്തതാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിന് പല ഗുണങ്ങളും നൽകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് വിറ്റാമിൻ ഡി ഉൽപ്പാദനം. എല്ലുകൾക്കും പല്ലുകൾക്കുമുള്ള കരുത്ത് നൽകുന്നു. മനോഭാവം, നമ്മളെ ആറ്റിറ്റ്യൂഡ് മെച്ചപ്പെടുത്താൻ സൂര്യപ്രകാശം ഒരു പരിധിവരെ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതിനാൽ സൂര്യപ്രകാശം ഒഴിവാക്കേണ്ടതല്ല, ശരിയായി അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. സാധാരണയായി രാവിലെ 7 മുതൽ 10 മണി വരെ ഉള്ള സമയത്ത് സൂര്യപ്രകാശമാണ് ഏറ്റവും സുരക്ഷിതം എന്ന് മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല, ദിവസവും 15 മുതൽ 30 മിനിറ്റ് വരെ മുഖം, കൈകൾ, കാലുകൾ എന്നിവ സൂര്യപ്രകാശത്തിൽ കാണിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. ഇത് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി ലഭിക്കും. വിറ്റാമിൻ ഡി ഭക്ഷണപദാർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ മറ്റ് ഭക്ഷണപദാർത്ഥം തീരെ വിറ്റാമിൻ ഡി ലഭിക്കാത്തവർക്ക് ഇത് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ വേറൊരു കാര്യം, ഉച്ച സമയത്ത് പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം വളരെ ഡേഞ്ചറാണ്. സൂര്യപ്രകാശം വളരെ ശക്തവുമാണ്. ഇത് കാരണം ഈ സമയത്ത് സൂര്യപ്രകാശം ഏൽക്കുകയാണ് ചർമ്മം കറുത്തുപോകും, സൺബേൺ ഉണ്ടാവും, സ്കിൻ ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു, ശരീരത്തിൽ കൂടുതൽ ഡീഹൈഡ്രേഷൻ നടക്കുന്നു. മാത്രമല്ല, അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ പ്രശ്നമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം നിൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കാൻ നോക്കേണ്ടതാണ്. ചിലർക്ക് കൂടുതൽ ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിന് കുട്ടികൾക്ക്, വൃദ്ധന്മാർക്ക്, പിന്നെ വളരെ സെൻസിറ്റീവ് സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആളുകൾക്ക് സൂര്യപ്രകാശം വളരെ മിതമായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ഇവർ കൂടുതൽ സമയം ശക്തമായ സൂര്യപ്രകാശം കൂടുതൽ അപകടം വരുത്തുന്ന ഒരു അവസ്ഥയാണ്. ശരിക്ക് സൂര്യപ്രകാശം സുരക്ഷിതമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. രാവിലെയുള്ള സമയം തിരഞ്ഞെടുക്കുക. 15 മുതൽ 30 മിനിറ്റ് വരെ മതിയാക്കുക. അതിൽ ഓവറാകാതിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉച്ച സമയത്താണ് ഷെയ്ഡ് ഉപയോഗിക്കുക. വെള്ളം കൂടുതൽ കുടിക്കുക. ആവശ്യമെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ചുരുക്കി പറഞ്ഞാൽ സൂര്യപ്രകാശം നമ്മുടെ സുഹൃത്താണ്. പക്ഷേ അതിൻ്റെ പരിധി ലംഘിച്ചാൽ മാത്രമേ, പരിധി നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശരിയായ സമയത്ത് ശരിയായ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഇത്തരത്തിലുള്ള ആരോഗ്യ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു സേഫ്റ്റി ടിപ്സുമായി നമുക്ക് അടുത്തു തന്നെ കടന്നു വരാം. താങ്ക്സ് ഓൾ.